ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അലറി വിളിച്ചുകൊണ്ട് കരഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ കെഞ്ചിക്കേൺ അപേക്ഷിക്കുന്ന അനുമോളുടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൊമോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിലെ ഏറ്റവും ലാസ്റ്റ് പ്രൊമോ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഈ ഒരു പ്രൊമോ ഇടുക എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം, ബിഗ് ബോസ് സീസൺ 7നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റേറ്റിംഗ് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷേ വോട്ടിങ്ങിൽ ഇത് മറിയാനുള്ള എല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രൊമോയ്ക്ക് പിന്നിൽ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അതിലേക്ക് ആ ഒരു സീസണിലേക്ക് നമ്മളുടെ ഇന്നത്തെ ദിവസം എത്തിയിട്ടില്ല എങ്കിലും പ്രൊമോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സീരിയൽ ഗ്രാമം നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ആദില ഓൾറെഡി പൊട്ടിക്കാനുള്ളതെല്ലാം പൊട്ടിച്ചു. പക്ഷെ ആദിലയ്ക്ക് അനുമോളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയ ഒരവസരം ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. അതായത് ടിഷ്യൂ പേപ്പറിൽ ആ ഒരു ഫോൺ നമ്പർ എഴുതി അത് ആദിലയ്ക്ക് കൊടുത്ത ശേഷം ഇവിടെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുകയാണ്, അതൊന്ന് പറഞ്ഞ് അക്ബറിനെതിരെ എന്താ വേണ്ടേന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ വിളിച്ച് സംസാരിക്കാനാണ് ആദിലയോട് അനുമോള് പറഞ്ഞതായിട്ട് ആദിലയും നൂറയും ഡിസ്കസ് ചെയ്തതും അത് അക്ബറിനെയും അപ്പാനെയും സരികേനെയും ഒക്കെ അറിയിച്ചതും എല്ലാം നമ്മൾ ഇന്നലത്തെ രാത്രി കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ആ രാത്രി തന്നെ ആദില എവിക്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ തന്നെ നൂറയോട് ആദില പറയുന്നുണ്ട്, രഹസ്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പൊട്ടിച്ചിട്ട് പോട്ടെ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നൂറ അപ്പോൾ അത് തടഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണ്. ഇന്നലെ ഈ ഒരു എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ആദിലയുടെ എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം നൂറ ഭയങ്കര കണ്ണിങ് ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വലിയ കോണ്ടന്റുകളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കണ്ടിട്ടില്ല എങ്കിലും സരികയാണ് ഈ ഒരു സീസണിൽ തിരിച്ചു കയറിയിട്ട് അനുമോളെ തുടക്കം വളരെയധികം സ്നേഹത്തോടെ അടുത്തിരുത്തി അനുമോൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുകയും അനുമോളെ ഹാപ്പി ആയിട്ട് നിർത്തുകയും ചെയ്തിട്ട് എല്ലാവരും ഒന്നിച്ചു കയറിയ സമയത്ത് സരിക പകുതിയും മറുകണ്ഠം ചാടി ശൈത്യ, അതുപോലെ ആദില, നൂറ ഇവരെല്ലാം കൂട്ടുപിടിച്ച് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ പറഞ്ഞ സരികയോടൊന്നും അനുമോളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ സരികയ്ക്ക് ഉൾപ്പെടെയുള്ള കുറച്ചു പേരുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് പുറത്ത് അനുമോളുടെ PR എല്ലാം കളിച്ച് അവിടെ ചെയ്തു വെക്കുകയാണ്. അല്ലാതെ ഈ ഒരു സീസൺ, ഈ ഒരു ബിഗ് ബോസ് സീസണിലെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് വെറുതെ വേസ്റ്റ് ആണ്. PR ഉണ്ടെങ്കിൽ, കാശുണ്ടെങ്കിൽ നമുക്കൊക്കെ രക്ഷപ്പെടാം. അതുപോലെ തന്നെ PR മാത്രമല്ല, സരിക പറയുന്നുണ്ട്, PR മാത്രമല്ല പകരം ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്, അതായത് അത് സരികയ്ക്ക് പറയാൻ കൂടി അറിയാത്ത തരത്തിൽ എന്തൊക്കെയോ സ്പെല്ലിങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നതെല്ലാം നമ്മൾ ഈ പറയുന്ന ലൈവിൽ കണ്ടതാണ്. അത് മാത്രമല്ല ഇന്നത്തെ ദിവസം അവിടെ മഴ പെയ്തപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് മഴയിൽ തുള്ളിക്കളിച്ച്, ഈവൻ ഇത്രയും പ്രശ്നവും കൊണ്ട് വന്ന ബിൻസിയും ഷൈത്തയും വരെ എല്ലാം മറന്ന് അവിടെ കളിച്ച് നടന്ന സമയത്തും സരിക മൈക്ക് മാറ്റി ഈ പറയുന്ന നൂറയുടെ കൂടെ നടന്ന് നൂറയ്ക്ക് ഓരോന്നും ചെവിയിൽ ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് നൂറേനെയും ആദിലേനെയും വലിച്ചിടുന്നത് എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ് സരികേ. ഇത് വരുമ്പോ നിങ്ങളൊന്ന് കാണണം സരികെ. നിങ്ങളുടെ പ്രായത്തിനെങ്കിലും അല്പമെങ്കിലും മര്യാദ കാണിക്കുക. ആ കുട്ടികളെ ഉപയോഗിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ കലിപ്പും നിങ്ങളുടെ വിദ്വേഷവും നിങ്ങളുടെ അസൂയയും കുശുമ്പും എല്ലാം നിങ്ങൾ പോയി കാണീര്. ആ ആദിലെ നൂറയും ഇന്നത്തെ കരുവാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് പലതവണ പറഞ്ഞു ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് കയറി മൈക്കിന് കേടുപാട് സംഭവിക്കാതെ നിങ്ങൾ മൈക്കിട്ട് സംസാരിക്കണം, ഇത് തമാശയല്ല എന്നുവരെ ബിഗ് ബോസ് ആവർത്തിച്ചു പറഞ്ഞു. അതിനുശേഷവും ഇവരെന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആതിര ഉണ്ടായിരുന്ന സമയത്ത് ആതിരയുടെ കൂടെ ഇരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ക്യാമറ കേൾക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ആദിലയും നൂറയും സംസാരിക്കുമായിരുന്നു. അതിനൊന്നും ഒരു തെറ്റുമില്ല. അത് ടെലികാസ്റ്റ് ചെയ്ത ഏഷ്യാനെറ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് കാണിച്ചോട്ടെ. പ്രേക്ഷകർ അത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ്, പ്രേക്ഷകർ കേട്ടോട്ടെ. അവരുടെ ഫാൻസിനും അതുപോലെ തന്നെ അവർ പറഞ്ഞതെല്ലാം അവരുടെ സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ, അതെല്ലാം ഒരു തെറ്റുമില്ലാത്ത കാര്യമാണ്. നൂറ ഇന്നിപ്പോ ആദിലയുടെ മിസ്സിങ്ങില് നൂറ ഒറ്റയ്ക്കിരുന്ന് ഇതേപോലെ ഈ സെയിം സ്പേസിലിരുന്ന് നൂറ ഒറ്റയ്ക്കും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ലൈവില് ഷാനവാസ് വന്നിട്ട് അനുമോളോട് ചോദിക്കുന്ന ഒരു സീനുണ്ട്, എന്താ പ്രശ്നം, വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പം അനുമോള് പറയുന്നുണ്ട്, പ്രശ്നമൊക്കെ എന്തുവാ, എന്നെ ടാർഗറ്റ് ചെയ്ത് ഓരോന്ന് പറയുകയാണ്, എന്നെ ഇങ്ങനെ കുത്തുകയാണ്, എന്നെ നോവിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കിച്ചൺ സൈഡിൽ വരുന്ന സമയത്തും ആര്യൻ തമാശ രൂപേണ ആ അനുമോളെ ഒരുപാട് ഹരാസ് ചെയ്യുന്നുണ്ട്, അനുമോള് തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ പലതും അവിടെ നടക്കുന്നുണ്ട്. വീണ്ടും ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നെ അവര് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അനുമോള് പറയുന്നുണ്ട്, നിങ്ങളെയൊന്നും അല്ല, എന്നെ തന്നെയാണ്.
ഇതിങ്ങനെ എന്നിട്ട് ലക്ഷ്മിയോട് ഒരു പ്രിക്കോഷൻ കൊടുത്തിട്ടുണ്ട്, ലക്ഷ്മി ഓൾറെഡി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അനുമോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വന്ന പ്രൊമോ പ്രകാരം ഈ പറഞ്ഞ ആദില ആ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി എടുത്തു കൊടുത്ത കാര്യവും അന്ന് രാത്രി, അതായത് എവിക്ഷന് മുമ്പുള്ള രാത്രി ആദില അക്ബറുമായിട്ട് പ്ലാൻ ചെയ്ത് ഈ അനുമോൾക്കെതിരെയുള്ള ആ ബോംബ് ഇപ്പൊ പൊട്ടിക്കാം എന്ന് പറഞ്ഞിട്ട്, കപ്പ് കിട്ടിയില്ലെങ്കിലും താൻ അത് പൊട്ടിക്കും എന്ന് ആദില പറഞ്ഞ ആ കാര്യം, അത് അക്ബർ കരഞ്ഞ ഒരു ദിവസം നിങ്ങൾ ആ രാത്രി എന്തായാലും മറന്നു കാണത്തില്ല. അതായത് അക്ബറിന്റെ ഭാര്യക്കെതിരെയൊക്കെ അവരുടെ ഡയറക്റ്റ് മെസ്സേജിലൊക്കെ ഒരുപാട് വൃത്തികെട്ട കമന്റ്സും അതുപോലെ സൈബർ ബുള്ളിയും നടക്കുന്നുണ്ട്. ഇതെല്ലാം അനുമോൾ ചെയ്തതാണ്, അനുമോൾ ഇവിടെ പറഞ്ഞ് ഹിഞ്ച് കൊടുത്തിട്ട് പുറത്തുള്ള PR ചെയ്യുന്നതാണ് എന്നാണ് അക്ബറിനോട് ഈ പുറത്തുനിന്ന് വന്നവരെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുമോൾ അങ്ങനെ ചെയ്തു, അനുമോളുടെ PR ചെയ്തു, അക്ബറിന്റെ വീട്ടുകാർക്ക് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അക്ബറും ആദിലയും നൂറയും അനുമോളും ഷാനവാസും ഒന്നും തന്നെ ഇതിനകത്തുനിന്ന് പുറത്തെ കാര്യങ്ങൾ റിയൽ ആയിട്ടുള്ളത് അറിയുന്നില്ല, അവര് വിറ്റ്നസ്ഡ് അല്ല. ഒരുപക്ഷെ അക്ബർ പുറത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന അപ്പാനിയും സരികയും ഷൈത്തിയും എല്ലാം പറയുന്നതേ വിശ്വസിക്കത്തുള്ളൂ. കാരണം അക്ബറിന്റെ ഭാര്യയും അതുപോലെ തന്നെ വീഡിയോസ് ഇടാറുണ്ട്. സോ അക്ബർ ഈ പുറത്തുനിന്നുള്ള കാര്യം അറിഞ്ഞാലും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും തിരിച്ചു ചിന്തിക്കേണ്ട കാര്യം, അനുമോൾക്കും ഇതേ സൈബർ ബുള്ളിങ് അനുമോളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അനുമോൾക്കും അതിൽ കുറവൊന്നുമില്ല. അപ്പൊ അനുമോൾക്ക് ഈ സൈബർ ബുള്ളിങ് കിട്ടുന്നത് അനുമോളുടെ PR ആണോ അനുമോൾക്ക് ഈ പറയുന്ന സൈബർ ബുള്ളിങ് കൊടുക്കുന്നത്? അല്ലല്ലോ. പിന്നെ അനുമോളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ച് അത് ഓൾറെഡി അത് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് എല്ലാവർക്കും സാധിക്കും. അനുമോളുടെ PR ആണെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അനുമോളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നെഗറ്റീവ് കമന്റ്സ് കൊടുക്കാം. ഇതൊക്കെ പോലീസിൽ കേസ് കൊടുത്ത് തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ 100 ദിവസമായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ആരോ ആയിക്കോട്ടെ, അത് അനുമോളായതുകൊണ്ട് ഞാൻ പറയുകയല്ല, അവിടെ അനുമോളെ എനിക്ക് ന്യായീകരിച്ചേ പറ്റൂ എന്ന് തോന്നുന്ന മൊമെന്റിലേക്ക് കൊണ്ടുവരുന്നത് ഈ സിറ്റുവേഷൻസ് ആണ്. 100 ദിവസമായിട്ട് അവരവിടെ മത്സരിച്ചു നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന അക്ബറിന്റെയും നൂറയുടെയും ആദിലയുടെയും ഒക്കെ അതേ സിറ്റുവേഷൻ തന്നെയാണ് അനുമോൾക്കും ഉള്ളത്. അവരെല്ലാവരും ഇപ്പോ ആദില എവിക്റ്റായി, പക്ഷെ നൂറയും ഈ പറയുന്ന എല്ലാ കൺഫ്യൂഷൻസും ആദിലയ്ക്ക് ഉള്ളതുപോലെ അല്ലെങ്കിൽ നൂറയ്ക്കുള്ളതുപോലെ അക്ബറിനുള്ളതുപോലെ അനുമോൾക്കുമുണ്ട്. ഏതായാലും ഈ സീസണിൽ ഒട്ടും തന്നെ ഒരാളും തന്നെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ സൈബർ ബുള്ളിങ് അനുഭവിക്കരുത് എന്ന് കരുതിയെങ്കിലും ഈ സീസൺ ആ ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഒരു വല്ലാത്തൊരു വൃത്തികെട്ട സൈബർ ബുള്ളിങ്ങിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇതിലൂടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും തിരിച്ചു വന്നിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ലെവലിലേക്ക് പൈശാചികമായിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെതിരെ ബിഗ് ബോസ് എങ്കിലും ഒരു അക്ഷരം മിണ്ടിയിരുന്നുവെങ്കിൽ, അനുമോൾക്കെതിരെ ഇങ്ങനെ ചെയ്യരുത്. അനുമോള് ശരിക്കും പറഞ്ഞാൽ ഇതേ കാര്യം ബിഗ് ബോസിനോട് നേരിട്ടൊരു അവസരത്തിൽ ചോദിക്കുന്നുണ്ട്. PR കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞാൻ ഇവിടെ നിൽക്കാൻ അർഹയാണോ എന്ന് അനുമോള് ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് എന്നാ പറഞ്ഞുകൂടായിരുന്നോ? PR കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്, പുറത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ മതി പെട്ടിങ് കിടക്കണമെങ്കിൽ എടുത്ത് പൊക്കോളൂ എന്ന് ബിഗ് ബോസിന് പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? എല്ലാ മനുഷ്യരെയും ഈ പറയുന്ന ഒരു ഷോയ്ക്കകത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഇത്രയും വലിച്ചു കീറി ഒട്ടിക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഷോയുടെ ആവശ്യമുണ്ടോ? ഓക്കെ, എന്തായാലും ശരി, ബിഗ് ബോസ് അന്ന് കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു, ഇവിടം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ്. അത് കഴിവുകൊണ്ടെന്ന് പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്നത് ഇത് ചോദിക്കാനുള്ള അർഹത ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ബിഗ് ബോസ് ഒരു മറുപടി അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും അനുഭവിക്കേണ്ട ഗതികേടോ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പാടോ ഒന്നും ഈ പറയുന്ന അനുമോൾ അത്രയും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ഇത്രയും ചെയ്യണ്ടായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അനുമോൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, അനുമോളെ ഇത്രയും ചെയ്യണ്ടായിരുന്നു. എന്തൊക്കെയോ കുറെ ആരോപണങ്ങളുടെയും പുറത്ത് നടക്കുന്ന എന്തൊക്കെയോ PR-കളുടെ പേരും പറഞ്ഞിട്ട് അകത്ത് നിന്ന് ഇത്രയും പേരും ഒന്നിച്ചു വന്ന് ഇങ്ങനെ ഒരാളെ ഉപദ്രവിക്കേണ്ടായിരുന്നു. ഇത് അത്രയും വിസിബിൾ ആയിട്ട് ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.